ഇന്ന് രാവിലെ എല്ലാവരെയും ഞെട്ടിച്ച ഒരു വാർത്തയായിരുന്നു നടൻ സലിം കുമാറിന്റെ ആരോഗ്യസ്ഥിതി വഷളായതിനെ തുടർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിൽ അഡ്മിറ്റ് ചെയ്തിരിക്കുന്നുവെന്നും വെന്റിലേറ്ററിലാണെന്നും ഗുരുതരാവസ്ഥയിലാണ് തുടരുന്നത് എന്നുമായിരുന്നു. ലിവർ സംബന്ധമായ അതായത് ലിവർ സിറോസിസ് അദ്ദേഹത്തിന് ജനറ്റിക് സംബന്ധമായി വന്നിട്ടുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അതുകൊണ്ട് തന്നെ ആ രോഗത്തിന്റെ ട്രീറ്റ്മെന്റിലുമായിരുന്നു അദ്ദേഹം. അതായിരിക്കാം ഇപ്പോൾ അദ്ദേഹത്തിന്റെ അവസ്ഥ മോശമാക്കിയത് എന്നായിരുന്നു എല്ലാവരും കരുതിയിരുന്നത്. എന്നാൽ അതായിരുന്നില്ല. അദ്ദേഹത്തിന് യാതൊരു കുഴപ്പങ്ങളും ഇല്ലാതിരിക്കുന്ന സമയത്ത് പെട്ടെന്നൊരു ദേഹാസ്വസ്ഥം അനുഭവപ്പെടുകയും പെട്ടെന്ന് തന്നെ അദ്ദേഹം അവിടെയുള്ള ഇരിപ്പിടത്തിലേക്ക് ഇരിക്കുകയും ഭാര്യയോട് എനിക്കെന്തോ തളർച്ച പോലെ തോന്നുന്നു എന്ന് പറയുകയുമായിരുന്നു. അപ്പോൾ തന്നെ അദ്ദേഹം വളരെയധികം ക്ഷീണിതനായി കാണപ്പെടുകയും ഉടനെ തന്നെ ഭാര്യയും മക്കളും ചേർന്ന് അദ്ദേഹത്തെ ആശുപത്രിയിലേക്ക് കൊണ്ടുവരികയും ചെയ്തു. അതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ അദ്ദേഹത്തിന് അടിയന്തര ചികിത്സ ലഭിക്കുകയും ചെയ്തിട്ടുണ്ട്. കൊച്ചിയിലെ അമൃത ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലാണ് ഇപ്പോൾ അദ്ദേഹം. നടന്റെ ആരോഗ്യനില ഗുരുതരമാണ് എന്നാണ് പുറത്തു വന്നിട്ടുള്ള വിവരങ്ങൾ. നിലവിൽ അദ്ദേഹത്തെ വെന്റിലേറ്റർ സഹായത്തോടെയാണ് ചികിത്സിച്ച് വരുന്നതെന്നാണ് പ്രാഥമികമായിട്ടുള്ള റിപ്പോർട്ടുകൾ. ഡോക്ടർമാരുടെ പ്രത്യേക നിരീക്ഷണത്തിൽ ചികിത്സ തുടരുകയാണ്. ലിവർ സിറോസിസിനെ തുടർന്ന് അദ്ദേഹം ദീർഘനാളായി ചികിത്സയിലായിരുന്നുവെങ്കിലും അടുത്തിടെ മുഖ്യമന്ത്രി വി ഡി സതീശൻ നൽകിയ സ്വീകരണ പരിപാടികളിലടക്കം നടൻ പങ്കെടുക്കുകയും ചെയ്തിട്ടുണ്ട്. പറവൂരിൽ നടന്ന ചടങ്ങിൽ താരം സംസാരിക്കുകയും ചെയ്തിരുന്നു. കഴിഞ്ഞ കുറച്ചു നാളുകളായി നടന്റെ ആരോഗ്യസ്ഥിതി അല്പം മോശമായിരുന്നു. അടുത്തിടെ വി ഡി സതീശൻ നൽകിയ സ്വീകരണ പരിപാടിയിൽ നടൻ പങ്കെടുക്കാൻ എത്തിയ സമയത്ത് അവസ്ഥ കണ്ട് അദ്ദേഹത്തിന്റെ ആരോഗ്യത്തെക്കുറിച്ച് പലരും ആശങ്ക പ്രകടിപ്പിക്കുകയും ചെയ്തു. രാവിലെ ആരോഗ്യസ്ഥിതി വഷളായതിനാലാണ് ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. പിന്നീട് വെന്റിലേറ്ററിലേക്ക് മാറ്റുകയായിരുന്നു. അദ്ദേഹത്തിന്റെ ആരോഗ്യനില എന്താണെന്ന് പുറത്തു പറയുന്നതിന് കുടുംബത്തിന് പ്രായോഗിക ബുദ്ധിമുട്ടുകൾ ഉള്ളതുകൊണ്ട് മെഡിക്കൽ ബുള്ളറ്റിൻ തൽക്കാലം പുറത്തേക്ക് വിടേണ്ടെന്ന തീരുമാനത്തിലാണ് ആശുപത്രി അധികൃതരും. വരും മണിക്കൂറുകൾ പ്രിയ താരത്തിന്റെ ആരോഗ്യസ്ഥിതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നേക്കും. ശ്വസിക്കുന്നതിലടക്കം ബുദ്ധിമുട്ടുകൾ നേരിട്ടതോടെയാണ് നടനെ ആശുപത്രിയിലേക്ക് കൊണ്ടുവന്നിരിക്കുന്നത്. കുറച്ചു നാളുകൾക്ക് മുമ്പ് നടൻ കരൾ മാറ്റിവെക്കൽ ശസ്ത്രക്രിയയ്ക്ക് വിധേയനായിരുന്നു. ആരോഗ്യപരമായ പ്രശ്നങ്ങളുണ്ടെങ്കിലും സലിം കുമാർ പൊതുവേദികളെല്ലാം തന്നെ പ്രത്യക്ഷപ്പെടാറുണ്ട്. അതിനാൽ തന്നെ നടൻ ഗുരുതരാവസ്ഥയിലാണെന്ന് അറിഞ്ഞതോടെ പ്രാർത്ഥനയിലാണ് സിനിമാ പ്രേമികൾ. അടുത്തിടെ മാതാ അമൃതാനന്ദമയെക്കുറിച്ച് നടൻ പറഞ്ഞ വാക്കുകൾ ശ്രദ്ധ നേടിയിരുന്നു. മാരകമായൊരു അസുഖം പിടിപെട്ടപ്പോൾ ഒരുപാട് സഹായിച്ച ബന്ധുക്കളടക്കം കൈയൊഴിഞ്ഞെന്നും ഇരുട്ടത്ത് നിന്നിരുന്ന തന്നെയും കുടുംബത്തെയും വെളിച്ചത്തിലേക്ക് എത്തിച്ചത് അമൃതാനന്ദമയാണെന്നുമാണ് സലിം കുമാർ പറഞ്ഞിരുന്നത്. അമ്മയെ ഓരോ പ്രാവശ്യവും ഞാൻ കാണാൻ വരുന്നത് എൻ്റെ ഡീസൽ തീരുമ്പോഴാണ്. അങ്ങനെ ഡീസൽ തീർന്നു നിൽക്കുമ്പോൾ നേരെ അമ്മയുടെ അടുത്ത് വരും. ഡീസൽ അടിച്ചിട്ട് ഞാൻ പോകും. വളരെയധികം മാനസിക വ്യത അനുഭവിക്കുമ്പോൾ എവിടെയായിരുന്നാലും ഞാൻ അമ്മയെ കാണാൻ വരും. തിരിച്ചു പോകുന്നത് വളരെയധികം മനസ്സ് നിറഞ്ഞ സന്തോഷത്തോടെയായിരുന്നു. സലിം കുമാർ ഇങ്ങനെ ഞെളിഞ്ഞു നിന്ന് പ്രസംഗിക്കാൻ ഒരേ ഒരു കാരണക്കാരിയുള്ളൂ, അത് അമ്മയാണ്. 3-4 വർഷങ്ങൾക്ക് മുമ്പ് ഞാനൊരു മാരക രോഗത്തിന് അടിമയായ സമയത്ത് ഒരുപാട് സഹായിച്ച ബന്ധുക്കൾ പോലും കൈയൊഴിഞ്ഞ സമയമുണ്ട്. അന്ന് എനിക്ക് അമ്മയുമായി അത്ര ബന്ധമില്ല. ഡോക്ടർമാർ അമ്മയെ പോയെന്ന് കാണണമെന്ന് പറഞ്ഞു. എന്തെങ്കിലും സഹായത്തിന് വേണ്ടിയായിരുന്നു കാണാൻ പറഞ്ഞത്. ഇതുവരെ കാണാത്ത ഒരാളോട് എങ്ങനെയാണ് സഹായം ചോദിക്കുന്ന ബുദ്ധിമുട്ടായിരുന്നു എനിക്ക്. അങ്ങനെ ഞാൻ വന്നു കണ്ടു. എന്താ മോനെ വന്നതെന്ന് ചോദിച്ചു. ധൈര്യമായി ഓപ്പറേഷൻ ചെയ്യൂ മകനെ എന്നാണ് അമ്മ പറഞ്ഞത്. അന്ന് പ്രസംഗം വൈറലായപ്പോൾ വലിയ രീതിയിൽ വിമർശനവും നടന് നേരിടേണ്ടി വന്നിട്ടുണ്ട്.